ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അറപ്പുര. എല്ലാവർക്കും അറപ്പുരയിലേക്ക് ഒന്നുകൂടെ സ്വാഗതം. ഇന്ന് നല്ല വിശപ്പുണ്ട്. ഞാനും അമ്മയും അത്യാവശ്യം നല്ല ടയേർഡാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡിസൈഡായി ഇന്ന് ബർഗറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബർഗർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അടുപ്പത്ത് പാൻ വെച്ച് സ്റ്റവ് കത്തിക്കാം. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് 2 ബർഗറിനുള്ള സംഭവങ്ങളല്ലേ? ഇറച്ചി ഒരു 100 ഗ്രാംസ് ഉണ്ടാവും. 100-150 ഗ്രാംസ് ഉണ്ടാവും. എണ്ണ ചൂടായിട്ടാകുമ്പം ഒരു 3-4-5 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 പച്ചമുളക് ഇതിട്ടിട്ട് വഴറ്റുക. ഇത് നല്ലപോലെ അരയൊന്നും വേണ്ട, ഇത് ഇങ്ങനെ ചതഞ്ഞാൽ മതി, ഒന്ന് ചതഞ്ഞാൽ മതി. ഇനി നമുക്ക് അരച്ചെടുക്കാം. അതിനകത്ത് ചെറുതായി അരിഞ്ഞ ഉള്ളി, വില്ല ഉള്ളി, അത് ഇട്ട് വഴറ്റുക. ഇത് ചതച്ചാലും ഉള്ളി ഉണ്ട് അല്ലേ? അത് വെളുത്തുള്ളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് മറ്റേ സവാള. വഴന്നിട്ട് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് 1/2 സ്പൂണ് സാദാ മുളക് പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, കുരുമുളക് ടീസ്പൂണാ? ഹാഫ് ടീസ്പൂൺ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുക. സത്യം പറഞ്ഞാൽ ബർഗറിൻ്റെ ഉള്ളിൽ വെക്കുന്ന പാറ്റീസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം അല്ലേ? നല്ല മൂത്തിട്ടാകുമ്പോൾ അതിനകത്ത് ചിക്കൻ ഇടാം. ബോൺലെസ് ആണ് അടുത്തത്. ബോൺലെസ് ആണ്. അത് കാരണം ഇത് നമുക്ക് ഒന്ന് ഷ്രെഡ് ചെയ്ത്. ഇപ്പം നല്ല മസാലയുടെ മൂത്ത മണം വരുന്നുണ്ട്. ചിക്കൻ ഇതിന് ആവശ്യമില്ല ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല, ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ ഉള്ളിക്കും ചിക്കനും എല്ലാം കൂടിയിട്ട് പിന്നെ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. വേവാനില്ല വെള്ളമല്ല, ചിക്കനിന് കുറച്ച് വെള്ളം ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പം നോക്കാം. ഇപ്പം ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഒക്കെ നോക്കണം. അടച്ചു വെച്ചിട്ടാ ഉപയോഗിക്കുന്നത്? അടച്ചു വെച്ചിട്ട് കുറച്ച് നേരിയ തീയിൽ വെള്ളം പറ്റുന്നത് വരെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ചിക്കനെല്ലാം നല്ല പോലെ വെന്ത് ഇതായിട്ട് അതിൻ്റെ ഇടക്ക് ഞാൻ 2 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നേ. ഉപ്പെല്ലാം വേണമെങ്കിൽ ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി കുറച്ച് മല്ലിയില ഇടുക. മല്ലിയില കുറച്ച് നല്ലോണം ഇട്ടു.
ഓബിയസ്ലി അമ്മക്ക് ഈ ഇല എല്ലാം നല്ലോണം ഇട്ടാല്. ഞാൻ മല്ലിയില കറിവേപ്പില, പക്ഷെ ഇതിനകത്ത് കറിവേപ്പില ഇട്ടൂടാ. ബർഗർ ആക്കുമ്പോൾ കറിവേപ്പില നല്ലതാണ്. ആ ടേസ്റ്റ് ഉണ്ടോ പറയുന്നത്. ചിക്കണേ സ്റ്റവ് ഓഫ് ചെയ്യാം അല്ലേ? ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ചൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് നമ്മൾ ഒന്ന് ചതച്ച് എടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. മിക്സിയിൽ തന്നെ ഇട്ടിട്ട് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ചതച്ചെടുക്കാം. ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രഷ് ചെയ്ത് വെച്ചതിനകത്ത് ഒരു മുട്ട, ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുക്ക് ചെയ്ത പാനല്ലേ എടുത്തു. അതിൻ്റെ എണ്ണ പശയൊക്കെ ഉണ്ടാവും. അപ്പം മസാല എണ്ണ ആ പാൻ തന്നെ. പിന്നെ ആദ്യം കഴുകണ്ടേ? കറക്റ്റ്. അങ്ങനത്തെ കള്ളപ്പണിയായിട്ട് എടുക്കുന്നു. എക്സാക്ട്ലി. അതും നമ്മൾ വീട്ടിലുണ്ടാവും. അങ്ങനെ മിക്സ് ആക്കുക. അടുപ്പത്ത് പാൻ വെച്ചിട്ട് എണ്ണ കൂടുതൽ എണ്ണ വേണ്ട ഇതിന്. ഷാലോ ഫ്രൈ എന്നിട്ട് ഇത് പാറ്റീസ് ആക്കണം. ബണ്ണിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ആക്കിയാൽ മതി. സിമ്മിലാണല്ലോ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അതാണ് ഒച്ച കേൾക്കുന്നത്. ഇതെന്നിട്ട് അപ്പുറത്തിപ്പുറത്തും മറിച്ചിട്ടിട്ട് ഇങ്ങനെ കട്ട്ലറ്റ് പോലെ ആക്കിയെടുക്കുക. ബണ്ണ് മിഡിൽ മുറിക്കും. ബട്ടർ തേക്ക്. കുറച്ച് പുറകിലത്തേക്കല്ലേ. കഴിഞ്ഞിട്ടാകുമ്പോൾ ടൊമാറ്റോ സോസ്. അത് ഇങ്ങോട്ട് കാണിക്കും. ഇത് ക്യാരറ്റ്, ക്യാബേജ്, കുറച്ച് മയോണൈസ്. മയോണൈസ് ഇട്ടിട്ട് കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് വെച്ച്. ചിക്കൻ പാറ്റീസ് അതിൻ്റെ മീതെ. ചിക്കൻ പാറ്റീസ് അതിൻ്റെ മീത ചീസ് സ്ലൈസ് ആണ് നമ്മൾ എടുക്കുന്നത്. മറ്റേ ടൊമാറ്റോ ഉള്ളിയോട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീസ് വെക്കണ്ടേ? മീത ചീസ്.
ബട്ടർ ഉണ്ട്, ഇത് ബട്ടർ ഇല്ലാത്ത നമുക്ക്. അപ്പം എനിക്ക് ബട്ടർ വേണ്ട. അതിൻ്റെ ഓവനിൽ വെച്ച് ഒരു 2-3 മിനിറ്റ്സ് ആക്കിയാൽ പോരെ. മതി. നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ബർഗർ. അപ്പോൾ ലേയേഴ്സൊക്കെ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ അറപ്പുരയിലേക്ക് എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്ക് അടിക്കൂ ഈ വീഡിയോന്. അതേപോലെ പിന്നെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അടിക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് പിന്നെ അതന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അമ്മയും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.